ആശുപത്രി അധികൃതർ കോമയിലാണെന്ന് പറഞ്ഞ രോഗി ഡോക്ടറും നഴ്സിനെയും കണ്ണുവെട്ടിച്ച് ഐസിയുവിൽ നിന്നും ഇറങ്ങിയോടി. മധ്യപ്രദേശിലെ രക്ലാമിലെ സ്വകാര്യ ആശുപത്രിയിലാണ് വലിയ തട്ടിപ്പ് നടന്നത്. ലക്ഷങ്ങൾ ചെലവ് വരുന്ന ആശുപത്രി അധികൃതരുടെ വാക്കുകൾ കേട്ട് ബന്ധുക്കൾ പണം സംഘടിപ്പിക്കാൻ നെട്ടോട്ടം ഓടുന്നതിന് ഇടയിലാണ് ഐസിയുവിന് പുറത്തേക്ക് യുവാവ് നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും കണ്ണുവെട്ടിച്ച് പുറത്തെത്തിയത്. സംഭവത്തിന്റെ വീഡിയോ വൈറലാണ്. നാട്ടിലുണ്ടായ സംഘർഷണത്തിനിടയിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് ദീൻ ദയാൻ നഗറിലെ താമസക്കാരനായ ബന്ദി നിനാമയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നട്ടെല്ലിന് ഗുരുതരമായ പരിക്കേറ്റെന്നും കോമയിലാണെന്നുമായിരുന്നു ബന്ധുക്കളോട് ആശുപത്രി അധികൃതർ പറഞ്ഞത്. അടിയന്തരവും ചെലവേറിയതുമായ ചികിത്സ ആവശ്യമാണെന്നും പറഞ്ഞു. ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപ ഉടനെ തന്നെ സംഘടിപ്പിക്കണമെന്നും പറഞ്ഞു. സാമ്പത്തികമായി കനത്ത പ്രതിസന്ധി നേരിടുന്ന കുടുംബം പണത്തിനായി നെട്ടോട്ടം ഓടുന്നതിന് ഇടയിലാണ് ഐസിയുവിന്റെ പുറത്തിരുന്ന ബന്ധുക്കൾക്ക് മുന്നിലേക്ക് രോഗി ഇറങ്ങി വന്നത്. ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്ന വൈറൽ വീഡിയോയിൽ അബോധാവസ്ഥയിലിരുന്ന നിനാമോ ഐസിയുവിൽ നിന്നും പുറത്തേക്ക് നടന്നു വരുന്നത് കാണാം. ഡോക്ടർമാർ വിശദീകരിച്ചതുപോലെയുള്ള ഗുരുതരമായ പരിക്കുകളുടെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 5 ആശുപത്രി ജീവനക്കാർ തന്നെ ബലമായി തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നുവെന്നും രക്ഷപ്പെടാൻ പലതവണ ശ്രമിച്ചെങ്കിലും അവസരം ഒത്തുവന്നതോടെ കണ്ണുവെട്ടിച്ച് പുറത്ത് ഓടുകയായിരുന്നു യുവാവ് പറഞ്ഞു. മകന്റെ നട്ടെല്ലിന് പൊട്ടലുണ്ടെന്നും കോമയിലാണെന്നും അവർ തങ്ങളോട് പറഞ്ഞു. വില കൂടിയ മരുന്നുകളുടെ കുറിപ്പുകൾ തന്നു. അതെല്ലാം വാങ്ങി നൽകി. തുടർന്ന് ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപ കൂടി അടയ്ക്കണമെന്ന് പറഞ്ഞു. പണത്തിനായി ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും വീടുകൾ കയറി ഇറങ്ങിയാണ് പണം ശേഖരിച്ചതെന്ന് ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ആശുപത്രിയിൽ നടന്ന തട്ടിപ്പുകൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. രോഗി വലിയ മെഡിക്കൽ തട്ടിപ്പിനാണ് ഇരയായതെന്നും ആശുപത്രിക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിൽ മികച്ച സൗകര്യം ഒരുക്കിയാൽ സ്വകാര്യ ആശുപത്രികളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുമെന്നും പ്രതികരിച്ചു.